കരിവെള്ളൂർ മണക്കാട്ടെ പി.വി. ചന്ദ്രൻ മാസ്റ്റർക്ക് വായന ഒരു വിനോദമോ നേരം പോക്കോ അല്ല. പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് മാത്രം വായിക്കുന്ന മാസ്റ്ററുടെ ഇഷ്ടപുസ്തകം കതിവന്നൂർ വീരൻ, മലകയറിയ മനുഷ്യൻ, ചുരമിറങ്ങിയ ദൈവം എന്ന പ്രൊഫസർ ലിസി മാത്യുവിൻ്റെ പുസ്തകമാണ്. പരന്ന വായനയ്ക്കപ്പുറം കാമ്പുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി സമയം കിട്ടുമ്പോൾ വായിക്കുക എന്നതാണ് കരിവെള്ളൂർ മണക്കാട്ടെ പി.വി. ചന്ദ്രൻ മാസ്റ്ററുടെ രീതി. ചന്ദ്രൻ മാസ്റ്റർക്ക് ഏറെ പ്രിയപ്പെട്ട പുസ്തകം കതിവന്നൂർ വീരൻ, മലകയറിയ മനുഷ്യൻ, ചുരമിറങ്ങിയ ദൈവം ആണ്. പ്രൊഫസർ ലിസി മാത്യുവാണ് രചയിതാവ്. കേവലം ഭക്തിരസപ്രധാനമായ കഥകൾക്കപ്പുറത്ത് ഈ പുസ്തകം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കാണിച്ചു തരുന്ന മാനങ്ങൾ നിരവധിയാണ്. തീർച്ചയായും ഈ പുസ്തകം ഇനിയുമേറെ പേർക്ക് ഈ വഴി നടന്നു മുന്നേറാനുള്ള വഴി കൂടിയാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മാങ്ങാട്ട് നിന്ന് കുടകിലേക്ക് പോയി ദൈവക്കരുവായി മാറിയ കഥ പറയുന്ന ഈ പുസ്തകം അക്കാലത്തെ സാമൂഹിക അവസ്ഥകൾ കൂടി അനാവരണം ചെയ്യുന്നതാണെന്ന് പി.വി. ചന്ദ്രൻ മാസ്റ്റർ പറയുന്നു. പല ഈ തെയ്യങ്ങളുടെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ്, ഫോക്ക് സംസ്കൃതിയുടെ പ്രസക്തി അത് മാത്രമാണെന്ന് പറയുന്നിടത്ത് ഇത് മാറ്റിക്കൊണ്ട് മറിച്ച് ഒരു ജീവിതം, ഒരു സംസ്കാരം, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം, അതെല്ലാം തന്നെ വളരെ യുക്തിസഹമായിട്ട് ഡോക്ടർ ലിസി മാത്യു ഈ ഗ്രന്ഥത്തിലൂടെ പറയുന്നു എന്നില്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം, സംസ്കാരം, ജീവിതം, ഭാഷ എല്ലാം സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം തന്നെ, ഒരു കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ വളരെ കൃത്യമായി പരിസ്ഥിതി അടക്കം പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്കത് തോന്നിയത്. മറ്റൊന്ന്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷകത, ചെമ്പരത്തിയെക്കുറിച്ച് നമ്മൾ സാധാരണ വിചാരിക്കുന്നതിന് അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ പക്ഷത്തിലുള്ള ഒരു വായനയ്ക്കും കൂടി ഇതിൽ ചില പേജുകളിൽ ഒരു അവസരം കൂടി നൽകുന്നുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാകും. 10,000-കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ നല്ലതായിരിക്കാം. പക്ഷേ ഇത്തരം പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്നതിലാണ് മാസ്റ്ററുടെ പ്രിയം. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ മന്തപ്പൻ്റെയും ചെമ്മരത്തിയുടെയും കഥ നമ്മെ കരയിപ്പിക്കാതിരിക്കില്ല. ഒപ്പം അക്കാലത്ത് കുടകിൽ പീഡിതരായി എരിഞ്ഞൊടുങ്ങിയ എണ്ണമറ്റ സാധാരണക്കാരെയും ഓർത്ത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.